ഇന്ത്യ മുന്നണിക്ക് 100 കടക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോളിൽ 75 മുതൽ 101 സീറ്റുകൾ വരെ. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ ജൻസുരാജും വരാം. ജൻസുരാജ് പാർട്ടിക്ക് 0 മുതൽ 5 സീറ്റുകൾ വരെ എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജൻസുരാജ് പാർട്ടി ഈ JDUവിന്റെ നിതീഷ് കുമാറിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ 2 സൂചനകൾ NDA മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അതും ബഹുദൂരം മുന്നിലാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന 122 കടന്ന് പീപ്പിൾസ് പൾസിൽ 133 മുതൽ 159 സീറ്റുകൾ വരെ നേടിയേക്കാം. മാട്രി സർവേയിൽ 2 എക്സിറ്റ് പോളുകളാണ് വന്നത്. 2ലും NDA ആണ്. 2 എക്സിറ്റ് പോളിലും NDAക്കാണ്. അപ്പോൾ നേരത്തെയുള്ള എക്സിറ്റ് പോളുകളൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കണം ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ. അടുത്ത വരട്ടെ നോക്കാം. കഴിഞ്ഞ തവണ 11 എക്സിറ്റ് പോളുകളും മഹാഗഠബന്ധനാണ് വിജയം പ്രവചിച്ചത്. 11ഉം പരാജയപ്പെട്ടു. ഇപ്പോൾ 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. വെള്ളിയാഴ്ച വരെ ആശയോടെ കാത്തിരിക്കാം. അതെ, അത് വളരെ വലിയ കണക്കാണ്. 2015 സുജയ നോക്കൂ, 6 എക്സിറ്റ് പോളുകളും പരാജയപ്പെട്ടു. 2015 ബീഹാറിനെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ 2015 ശേഷം വിജയിച്ച ചരിത്രമേ ഇല്ല. 6 എക്സിറ്റ് പോൾ ഫലങ്ങളും 2015 പരാജയപ്പെട്ടു. 11 എക്സിറ്റ് പോൾ ഫലങ്ങളും പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ കണക്കുകളിൽ മോദിയും നിതീഷ് കുമാറും വളരെ ഹാപ്പിയാണ്. രാഹുൽ ഗാന്ധിയും തേജസ്വിയും അത്ര ഹാപ്പിയല്ല. പീപ്പിൾസ് പൾസിൽ 159 സീറ്റുകൾ വരെ നേടിയേക്കാം. 133 മുതൽ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.